ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോകൾ എങ്ങനെ റിവൈസ് ചെയ്യാമെന്നുള്ളതാണ്. Kdenlive എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഏത് വീഡിയോയും റിവൈസ് ആക്കി മാറ്റാൻ പറ്റും. ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോയുടെ സ്പീഡ് കൂട്ടുന്നതും കുറക്കുന്നതുമെല്ലാം. ഓൾമോസ്റ്റ് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ വീഡിയോ റിവൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഞാനിവിടെ 2 വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇത് ക്ലോക്ക് കറങ്ങുന്നതാണ്. ഇനി വേറൊരു വീഡിയോ. അതായത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് റിവേഴ്സ് ആണ് ഇപ്പോൾ ഈ വീഡിയോ ഉള്ളത്. ഇതെല്ലാം ശരിക്കാക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ Kdenlive ഓപ്പൺ ചെയ്യുന്നു. Kdenlive ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഇനി അത് ടൈം ലൈനിലേക്ക് വലിച്ചിടുന്നു. കാണാൻ പറ്റും, ഇത് നമ്മൾ മുന്നേ പ്ലേ ചെയ്തതാണ്. ഓക്കെ, ഇനി ഈ വീഡിയോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ അടിക്കുക. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചേഞ്ച് സ്പീഡ് എന്നത്. ഈ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടുന്നതിനും കുറക്കുന്നതിനും ഉപയോഗിച്ചത്. ആ ചേഞ്ച് സ്പീഡിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റിവേഴ്സ് ക്ലിപ്പ് എന്നത്. അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. വീഡിയോ പ്ലേ ആവുന്നുണ്ട്, കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ ആ വീഡിയോ കറക്റ്റായി. ഇനി ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിന് ശേഷം ഇത് റെൻഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കൊടുത്ത് റെൻഡർ ചെയ്യുന്നു. ഇനി റെൻഡർ ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുക. നമ്മുടെ ആദ്യത്തെ വീഡിയോ റെൻഡറായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ നിന്നും ക്ലോസ് ചെയ്യുന്നു. ഇനി ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതും ഇതിലേക്ക് ഇതുപോലെ വലിച്ചിടുന്നു. ഇനി നമുക്ക് നോക്കാം, ഒന്നുകൂടെ കാണിക്കാം. റൈറ്റ് ബട്ടൺ അടിക്കുക. ഇവിടെ വന്നിട്ട് ചേഞ്ച് സ്പീഡ് എന്നത് എടുക്കുക. റിവേഴ്സ് ക്ലിപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്പീഡും നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെന്നും ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇതും റെൻഡർ ചെയ്യുന്നു. ആദ്യത്തേത് 1 എന്നാണ് കൊടുത്തത്, ഇത് 2 കൊടുക്കുന്നു. റെൻഡർ കൊടുക്കുന്നു. ഇനി ഈ 2 വീഡിയോയും കാണിക്കാം ഞാൻ. ഇതുകൂടെ റെൻഡർ ആയി കഴിഞ്ഞാൽ 2 വീഡിയോയും ഒരുമിച്ച് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയും റെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 വീഡിയോകളും നമുക്ക് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഞാനിതിവിടെ ക്ലീൻ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള വീഡിയോകൾ റിവേഴ്സ് ചെയ്യുന്നത്, Kdenlive എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.